സംസ്ഥാനത്ത് നാളെ റംസാൻ വ്രതാരംഭം. പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തും മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ റംസാൻ ഒന്നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. പൊന്നാനി ഞങ്ങൾ പ്രതിനിധികളെ ഏൽപ്പിച്ചിരുന്നു. അവർ മാസം കണ്ടു. അവിടുത്തെ ഖാദിയോട് വിവരം പറഞ്ഞു. അവിടുത്തെ ഖാദി മാസം ഉറപ്പിച്ചതായി വിവരം ലഭിച്ചു. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. ഇനിയുള്ള ഒരു മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിന്റെ ദിനരാത്രങ്ങൾ. പകൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചും രാത്രിയിൽ ആരാധനകളിൽ മുഴുകിയും സൃഷ്ടാവിലേക്ക് അടുക്കാനുള്ള സമയം. വിശുദ്ധ ഖുർആൻ അവതീർണമായതും ബദർ പോരാട്ടം നടന്നതും ഈ മാസത്തിലാണ്. 1000 മാസത്തേക്കാൾ പുണ്യമായ രാവെന്ന് വിശ്വസിക്കുന്ന ലൈലത്തുൽ ഖദർ റംസാനിലാണെന്നാണ് പ്രബലമായ പണ്ഡിതാഭിപ്രായം. ദാനധർമ്മം ഉൾപ്പെടെ പുണ്യപ്രവർത്തികൾക്കായി വിശ്വാസികൾ ഏറെ സമയം കണ്ടെത്തുന്നതും ഈ മാസത്തിൽ. ദരിദ്രർ പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി എന്താണെന്ന് അറിയാത്ത ധനികന്മാർക്ക് കൂടി പട്ടിണി കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാക്കി കൊടുക്കുകയാണ് നോമ്പിലൂടെ ചെയ്യുന്നതെന്ന്. മതസാഹോദര്യം വിളിച്ചോതുന്ന ഇഫ്താർ സംഗമങ്ങൾക്കും റംസാൻ വേദിയാകും. ചൂട് കനത്ത സമയത്താണ് ഇത്തവണ റംസാൻ എത്തിയത്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.